ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ മോൺതാ ചുഴലിക്കാറ്റിന്റെ ആശങ്ക ഒഴിയുന്നു എന്നത് വലിയ ആശ്വാസകരമാണ്. എന്തായാലും ആന്ധ്രയിൽ കനത്ത നാശനഷ്ടം വിതച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ കൃത്യമായ മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചതിനാൽ തന്നെ വലിയ ആൾനാശം ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട്. 6 പേർ മരിച്ചു എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. എന്തായാലും ശക്തമായ മഴ ആന്ധ്രയിൽ തുടരുകയാണ്. അതിനാൽ തന്നെ വിവിധ ട്രെയിൻ സർവീസുകളും വിമാന സർവീസുകളും എല്ലാം റദ്ദാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിലും ഒഡീഷയിലും ഒന്നും കാര്യമായ നാശനഷ്ടങ്ങളൊന്നും വിതയ്ക്കാൻ മോൺതയ്ക്ക് സാധിച്ചിട്ടില്ല. എന്തായാലും മോൺതയുടെ പ്രഭാവം അത് കുറഞ്ഞിട്ടുണ്ട്, ശക്തി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇനി കേരളത്തിലെ സാഹചര്യം നമുക്ക് ഒന്നുകൂടി വിശദമായി ഒന്ന് പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും എന്നതാണ് സാഹചര്യം. പക്ഷേ മോൺതയുടെ പ്രഭാവത്താൽ അതിശക്തമായ മഴ ഉണ്ടാകാനുള്ള സാഹചര്യമില്ല എന്നതാണ് പ്രവചനം. തെക്കൻ കേരളത്തിൽ ആണ് മഴ മുന്നറിയിപ്പ് കൂടുതലായിട്ടുള്ളത്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും ഇടിക്കും സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഭവ്യ പാർവതി കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഭവ്യ, നമ്മൾ കേരളത്തിലെ സാഹചര്യം മുമ്പേ ഒന്ന് സൂചിപ്പിച്ചു പോയതാണ്. വിശദമായ അലേർട്ടുകളിലേക്ക് കടന്നാൽ അതിൻ്റെ ഒരു വിശദാംശങ്ങൾ, ശക്തമായ ഇടിയും കാറ്റുമൊക്കെ പ്രവചിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും ആര്യ, സംസ്ഥാനത്തും മഴ ഇപ്പോഴും തുടരുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പലയിടങ്ങളിലും തുടരുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും മുന്നറിയിപ്പുകളുള്ളത് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലാണ് സംസ്ഥാനത്ത് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത്. അതുമാത്രമല്ല, കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് അതിപ്പോഴും തുടരുകയാണ്. തിരുവനന്തപുരം മുതൽ അങ്ങോട്ട് നമ്മൾ കൃത്യമായി പറയുകയാണെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത്. ഈ സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ ഇടിയോടും മിന്നലിനോടും കൂടിയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വളരെ കൃത്യമായി മുന്നറിയിപ്പുകൾ നൽകുന്നു. അത് മാത്രമല്ല, പലയിടങ്ങളിലും നമ്മൾ ഇന്നലെ അടക്കം കണ്ടതാണ്, ദേശീയപാത 66 വലിയ തരത്തിലുള്ള മണ്ണിടിച്ചിലുകൾ ഉണ്ടാകുന്നു. അടിമാലിയിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു. അത്തരത്തിൽ ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. വൃഷ്ടിപ്രദേശങ്ങൾ അടക്കം മഴയുണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ മണ്ണിടിച്ചിലിനുള്ള സാധ്യത പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച്, അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് ഈ രാത്രികാല യാത്രകളൊക്കെ വളരെ കുറയ്ക്കുന്നത് നന്നാകുമെന്നുള്ള റിപ്പോർട്ടുകൾ അവരുടെ ഭാഗത്ത് നിന്ന് മുന്നറിയിപ്പുകൾ ലഭ്യമാകുന്നുണ്ട്. കാരണം മണ്ണിടിച്ചിലിനുള്ള സാധ്യത പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം അധികൃതരുടെ ഭാഗത്ത് നിന്ന് ലഭ്യമാകുന്നുണ്ട്. അപ്പോഴും തെക്കൻ കേരളത്തിൽ ഇപ്പോൾ മഴ തുടരുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ മോന്തയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ മോന്ത ചുഴലിക്കാറ്റിൻ്റെ ഒരു ചെറിയ പ്രഭാവം കേരളത്തിലും ഉണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ തുടർച്ചയായി മഴകൾ ഉണ്ടാകുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് ലഭ്യമാകുന്നത്. അപ്പോഴും മോന്ത ചുഴലിക്കാറ്റ് പൂർണ്ണമായി വടക്കോട്ട് നീങ്ങുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലും മഴ കുറയും എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭ്യമാകുന്നത്. എന്തായാലും നിലവിൽ യെല്ലോ അലേർട്ടുകൾ കേരളത്തിലുണ്ട്. അത് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത്. എന്തായാലും ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. ഇടിയോടും മിന്നലിനോടും കൂടിയുള്ള മഴയ്ക്ക്, കനത്ത മഴയ്ക്കാണ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ സാധ്യത എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. ആര്യ. യെസ്, ഭവ്യ പാർവതിയാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.